സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് പാർട്ട് 7ലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കൺവല്യൂഷൻ ആണ്. കൺവല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കോമ്പറ്റീഷൻ എക്സാംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് കൺവല്യൂഷൻ ഉള്ളത്. അപ്പോൾ നോക്കാം, ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ദ റെസ്പോൺസ് ഓഫ് ആൻ LTI സിസ്റ്റം ഈസ് 4, 5 ഫോർ ദ ഇൻപുട്ട് ഡെൽ ഓഫ് n. Then the response of the system for the input 1, 2 is dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു LTI സിസ്റ്റം ആണ്. ഒരു LTI system. The response of an LTI system is 4, 5. ഇതിന്റെ റെസ്പോൺസ് തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും? 4,5 എന്നുള്ള റെസ്പോൺസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 4,5 ഫോർ ദ ഇൻപുട്ട് ഡെൽ ഓഫ് n. ഈ സിസ്റ്റത്തിൽ ഇൻപുട്ട് ഡെൽ ഓഫ് n അല്ലെങ്കിൽ ഇമ്പൾസ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 4, 5 തന്നിട്ടുണ്ട്. Then the response of the system for the input 1, 2. അപ്പോ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 1, 2 ജനറൽ ഇൻപുട്ട് ആയ എക്സ് ഓഫ് എൻ 1, 2 കൊടുക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് y ഓഫ് ടി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ ഫസ്റ്റ് കേസിൽ ഇമ്പൾസ് സിഗ്നൽ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണ് എന്തായിരിക്കുന്നത്? 4, 5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്? ദ റെസ്പോൺസ് ഓഫ് യൂണിറ്റ് ഇമ്പൾസ് ഈസ് കാൾഡ് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. അത് ഓർത്ത് വയ്ക്കുക. ദ റെസ്പോൺസ് ഓഫ് യൂണിറ്റ് ഇമ്പൾസിൽ സിഗ്നൽ നമ്മൾ ഒരു സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന റെസ്പോൺസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എച്ച് ഓഫ് എൻ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എച്ച് ഒ എൻ വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ കൺവല്യൂഷൻ ഫുള്ളും കൊണ്ടുപോകുന്നത്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് എ റെസ്പോൺസ് ഓഫ് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തായിരിക്കും പറയുന്നത്? ഡെൽ ഓഫ് എൻ. നമ്മൾ ഈ ഡെൽ ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തപ്പോൾ അല്ലെ, ക്വസ്റ്റ്യൻ പറയുന്ന അനുസരിച്ച് ഡെൽ ഓഫ് എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മളെ സിസ്റ്റത്തിൽ കൊടുത്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി അല്ലെ. ഔട്ട്പുട്ട് 4, 5 ആണ്. ഞാൻ എച്ച് ഓഫ് എൻ വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്യണം. തന്നിരിക്കുന്ന സിസ്റ്റം എന്തായിരിക്കും? ഇറ്റ് ഇസ് എ ലീനിയർ സിസ്റ്റം ആണ് അല്ലെ. ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ആണ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഞാൻ ടൈം ഇൻവേരിയന്റ് ആയതുകൊണ്ട് ഡെൽ ഓഫ് n-1 കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എച്ച് ഓഫ് n-1. കാര്യം എന്തായിരിക്കും? സിസ്റ്റം ഈസ് ടൈം ഇൻവേരിയന്റ് ആയതുകൊണ്ട് അല്ലെ. സിസ്റ്റം ഈസ് ടൈം ഇൻവേരിയന്റ്. അടുത്ത ലീനിയർ ടൈം ഇൻവേരിയന്റ് ഞാൻ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ദാറ്റ് ഈസ് 2 into del of n-1. ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദ സെയിം സ്കെയിലാർ ഈസ് റിഫ്ലക്റ്റിംഗ് ഇൻ ദ ഇവിടെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ വരും 2 into h of n-1. കാര്യം എന്തായിരിക്കും? സിസ്റ്റം ലീനിയർ ആയതുകൊണ്ട് ഇറ്റ് ഒബേസ് ദ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തായിരിക്കും? സ്കെയിലാർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട് അല്ലെ. സ്കെയിലാർ പ്രോപ്പർട്ടി ബിക്കോസ് ദ സിസ്റ്റം ഈസ് ലീനിയർ. LTI സിസ്റ്റം ആണ് അല്ലെ. ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ആണ്. ശ്രദ്ധിക്കുക, എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് അറ്റൈൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ പറയുന്നത് എന്താ പറയുന്നത്? സപ്പോസ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇതെന്തായിരിക്കും? ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ 1ഉം 2ഉം കൂടെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയേ. ദാറ്റ് ഈസ് ഡെൽ ഓഫ് എൻ പ്ലസ് 2 into del of n-1 is equal to എന്തായിരിക്കും? എച്ച് ഓഫ് എൻ പ്ലസ് 2 into h of n-1. എന്താ നമ്മൾ ചെയ്തത്? 1ഉം 2ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു. കാര്യം എന്തായിരിക്കും? ഡെൽ ഓഫ് എൻ പ്ലസ് 2 into del of n-1 എന്താ? ഡെൽ ഓഫ് എൻ പ്ലസ് 2 into del of n-1 എന്തായിരിക്കും? നമ്മളുടെ എക്സ് ഓഫ് എൻ അല്ലേ. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1,2 ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഇവിടെ 0 എന്തായിരിക്കും? ഇത് 0, ഇത് 1. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ പോയിന്റ് എന്തായിരിക്കും? 0 എന്ന് പറയുന്നത് ഡെൽ ഓഫ് എൻ എന്തായിരിക്കും? ഈ സാമ്പിൾ 1 ആകുമ്പോഴത്തേക്ക് എന്താ? ഡെൽ ഓഫ് n-1 അല്ലെ. ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും വരുന്നത്? 2 into del of n-1 നമുക്ക് പറയാൻ പറ്റും. therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോ therefore del of n plus 2 into del of n it is nothing but x of n അല്ലെ. x of n നമുക്ക് എഴുതാൻ പറ്റും. സിസ്റ്റത്തിൽ കൊടുക്കുമ്പോഴത്തേക്ക് h of n plus 2 into h of n-1 എന്തായിരിക്കും വരിക? it is nothing but y of n അല്ലെ. h of n plus 2 into h of n-1 എന്തായിരിക്കും? y of n ആണ് അല്ലെ. അപ്പൊ ഈ h of n പകരം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? therefore നമ്മൾ ആൻസർ എങ്ങനെ മാറും? x of n becomes h of n എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? h of n നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 4, 5 തന്നിട്ടുണ്ട് അല്ലെ. del of n കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റെസ്പോൺസ് എന്താ? h of n ആണ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? അത് 4, 5 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 4, 5 ഇത് 0 അല്ലെ.
എന്തായിരിക്കും 2 into h of n minus 1. h of n minus 1 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 0, 4, 5 അല്ലേ? അങ്ങനല്ലേ വരുന്നത്. ബിക്കോസ് ഇറ്റ് ഒബേസ് ദ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. നമുക്കറിയാം h of n ഇതാണെങ്കിൽ h of n minus 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇത് 0, ഇത് 1. ആഡ് ദ ഷിഫ്റ്റിംഗ് ക്വാണ്ടിറ്റി ടു ആഡ് ദ ഷിഫ്റ്റിംഗ് എമൗണ്ട് ടു ഈച്ച് സാമ്പിൾ വാല്യൂസ്. അപ്പൊ എന്തായിരിക്കും വരിക? ഈച്ച് n വാല്യൂസ്. അപ്പൊ എന്തായിരിക്കും വരിക? 0. ഇത് h of n minus 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക അല്ലെ? +1 നമ്മൾ ആഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് 0 + 1 എന്തായിരിക്കും? 4 മാറി 4ന്റെ സ്ഥാനം മാറി എങ്ങോട്ട് പോകും? 1ലേക്ക് പോകും. 4ന്റെ സ്ഥാനം മാറി 1ലേക്ക് പോകും. 5ന്റെ സ്ഥാനം എന്തായിരിക്കും? 1 + 1 എത്രയായിരിക്കും? 2 വരും അല്ലെ? therefore ആൻസർ എങ്ങനെ വരും? ദാറ്റ് ഈസ് ആൻസർ ബിക്കംസ് therefore എന്തായിരിക്കും വരിക? 4 + 0 4 + 2 × 0 എത്രയായിരിക്കും വരിക? 4 വരും. പിന്നെന്തായിരിക്കും? 0യും 0യും കൂടെ അല്ലെ? അടുത്തെന്താ? 5 + 4 എത്രയായിരിക്കും വരിക? 5 + 2 × 4 8. അപ്പൊ എത്ര വരും? 13 വരും അല്ലെ? പിന്നെ എന്തായിരിക്കും വരിക? 5 വരും. 4 13 5 അല്ല 10 വരും. അകത്ത് 2 വെച്ച് മൾട്ടിപ്ലൈ വരും അല്ലെ? അപ്പൊ എന്തായിരിക്കും വരിക? ഇതായിരിക്കും നമ്മളുടെ റെസ്പോൺസ് പറയുന്നത്. ഇതായിരിക്കും 4 13 10 ആയിരിക്കും വരിക. കാര്യം ഇതെങ്ങനെ? 4 5 2 × 0 0 2 × 4 8 2 5 × 2 എത്രയായിരിക്കും? 10 വരും. നമ്മളെ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഓർത്ത് വയ്ക്കുക, നമ്മളിവിടെ എന്താ നമ്മൾ ചെയ്തത്? h ഓഫ് ഞാനിവിടെ del of n എടുത്തു. 2 × del of n - 1 എടുക്കാൻ കാര്യം എന്തായിരിക്കും? കാര്യം എന്തുകൊണ്ടാണ് ഞാനിവിടെ 2 × del of n - 1 എടുത്തത്? ബിക്കോസ് ഐ വാണ്ട് ദിസ് del of n + 2 × del of n - 1. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും? എന്റെ x of n ആണ് അല്ലെ? x of n എത്ര? 1 2. ഇതിന്റെ സാമ്പിൾ വാല്യൂ n = 0ൽ 1 n = 1ൽ എന്തായിരിക്കും? 2 വരും. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇതിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? del of n എന്തായിരിക്കും? del of n - 1 ആംപ്ലിറ്റ്യൂഡ് 2 അല്ലെ? 2 × del of n - 1. അത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗ ചെയ്യുമ്പോഴത്തായിരിക്കും h of n + 2 × h of n - 1. h of n എന്ന് പറയുന്നതായിരിക്കും യൂണിറ്റ് ഇമ്പൾസിന്റെ റെസ്പോൺസ് ആയിരിക്കും h of n എന്ന് പറയുന്നത്. h of n - 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ടൈം ഷിഫ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. ടൈം ഷിഫ്റ്റിംഗ് സംഭവിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ആ h of n - 1 എന്ന് പറയുമ്പോഴത്തേക്ക് ആഡ് +1 ടു ഓൾ ദ n വാല്യൂസ്. അപ്പോഴത്തേക്ക് എന്ത് ആയി? n വാല്യൂസ് ഷിഫ്റ്റ് ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? therefore the answer becomes 4 13 and 10 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. ടാബുലർ കോളം മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ടാബുലർ കോളം മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് തന്നിരിക്കുന്നത് x of n തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും? 1 2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? x of n 1, 2. അടുത്തെന്താ? h of n എത്ര ആയിരിക്കും? h of n = 4, 5 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം, h of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് സിഗ്നൽ കൊടുത്തപ്പോൾ LTI സിസ്റ്റത്തിൽ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റെസ്പോൺസിനെയാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് നമ്മൾ ടാബുലർ കോളായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇത് h of n എന്തായിരിക്കും? x of n ടാബുലർ കോളായിട്ട് എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക? h of n എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? h of n ന്റെ വാല്യൂ 4 5. x of n എന്തായിരിക്കും വരിക? 1 2 അല്ലെ? x of n 1 2. x of n 1 2. ഇനി എന്തായിരിക്കും വരിക? 4 × 1 4, 4 × 2 8, 5 × 1 5, 5 × 2 10. ഇനി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യാനുള്ളത്? ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുക. 4 ഓക്കെ 4 5 + 8 10. therefore the answer is എന്തായിരിക്കും വരുന്നത്? 4 പിന്നെ എന്തായിരിക്കും വരിക? 5 + 8 13. പിന്നെ എന്ത് വരും? 10 വരും അല്ലെ? ഇതല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ സീറോയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്? സീറോ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ x of n ന്റെ 0 ഇവിടെ വന്നിരിക്കുന്നത് 1ലാണ് വന്നിരിക്കുന്നത് അല്ലെ? h of n ന്റെ 0 ഇവിടെ വന്നിരിക്കുന്നത് 4ലാണ് വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് അവിടെ ആയിരിക്കും നമുക്ക് 0 എന്ന് പറയുന്നത്. therefore ഇതായിരിക്കും നമ്മുടെ 0 പോയിന്റ്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ. സോ ഇതാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുന്നത്. കാര്യം x of n എന്ന് പറയുന്ന സിഗ്നലിന്റെ തന്നിട്ടുണ്ട്. നമുക്ക് h of n തന്നിട്ടുണ്ട്. ഒരു ഇമ്പൾസ് സിഗ്നലിന്റെ റെസ്പോൺസ് h of n എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ x of n എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എത്രയായിരിക്കും? ഇത് നമ്മളുടെ കോമ്പറ്റീഷൻ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് പഠിക്കാനുള്ളത്. ഞാൻ ആദ്യം വരച്ചത് കൺവെൻഷണൽ മെത്തേഡ്. ക്ലിയർ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മോഡൽസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും.
ഇപ്പൊ നമ്മൾ വീണ്ടും കൺവല്യൂഷനിൽ ഡീപ്പായിട്ട് പോവുകയാണ്. വിത്ത് റെസ്പെക്ട് ടു കൺവല്യൂഷൻ, ഡെൽ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഡെൽ ഓഫ് എൻ ഇസ് ആൻ ഐഡന്റിറ്റി സിഗ്നൽ എന്ന് പറയാൻ പറ്റും. ഡെൽ ഓഫ് എൻ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആൻ ഐഡന്റിറ്റി സിഗ്നൽ. ഡെൽ ഓഫ് എൻ ഈസ് ആൻ ഐഡന്റിറ്റി സിഗ്നൽ. എന്താണ് ഐഡന്റിറ്റി സിഗ്നൽ എന്ന് പറഞ്ഞാൽ, ഇഫ് യു മൾട്ടിപ്ലൈ ദ ഡെൽ ഓഫ് എൻ വിത്ത് എനി സിഗ്നൽ യു വിൽ ഗെറ്റ് ദ സെയിം സിഗ്നൽ. അതിനാണ് നമ്മൾ ഐഡന്റിറ്റി സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽ ഓഫ് എൻ ഈസ് എ ഐഡന്റിറ്റി സിഗ്നൽ. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഇതിന്റെ പ്രോപ്പർട്ടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് ഡെൽ ഓഫ് എൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഐഡന്റിറ്റി സിഗ്നൽ ആയതുകൊണ്ട് 1 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് കൊടുത്താൽ മതി. therefore എന്തായിരിക്കും, ഇഫ് യു ആർ ഗോയിങ് ടു കൺവല്യൂട്ട് ദ ഇമ്പൾസ് സിഗ്നൽ വിത്ത് എനി അതർ സിഗ്നൽ യു വിൽ ഗെറ്റ് ദ സെയിം സിഗ്നൽ, എക്സ് ഓഫ് എൻ വരും. അടുത്തെന്തായിരിക്കും, എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് ഡെൽ ഓഫ് എൻ മൈനസ് എൻ നോട്ട് എന്തായിരിക്കും വരിക, എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ട്. നെക്സ്റ്റ് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് ഡെൽ ഓഫ് എൻ പ്ലസ് എൻ നോട്ട് എന്തായിരിക്കും വരിക, നത്തിങ് ബട്ട് എക്സ് ഓഫ് എൻ പ്ലസ് എൻ നോട്ട് എന്ന് വരും. ദെൻ എക്സ് ഓഫ് എൻ മൈനസ് എൻ വൺ, എക്സ് ഓഫ് എൻ മൈനസ് എൻ വൺ കൺവല്യൂഷൻ വിത്ത് ഡെൽ ഓഫ് എൻ എന്തായിരിക്കും വരിക, ഇറ്റ്സ് നത്തിങ് ബട്ട് എക്സ് ഓഫ് എൻ മൈനസ് എൻ വൺ. എക്സ് ഓഫ് എൻ മൈനസ് എൻ വൺ കൺവല്യൂഷൻ വിത്ത് ഡെൽ ഓഫ് എൻ മൈനസ് എൻ നോട്ട്, n minus n naught എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ട് മൈനസ് എൻ വൺ. ഓക്കെ, അടുത്തത് ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് ഡെൽ ഓഫ് എൻ ഈക്വൽ ടു എന്തായിരിക്കും, ഡെൽ ഓഫ് എൻ. ഡെൽ ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് ഡെൽ ഓഫ് എൻ മൈനസ് എൻ നോട്ട് എന്തായിരിക്കും, ഡെൽ ഓഫ് എൻ മൈനസ് എൻ നോട്ട്. ഡെൽ ഓഫ് എൻ convolution with del of n minus n1 എന്തായിരിക്കും വരിക, del of n minus n1. del of n minus n1 sorry del of n minus n1 convolution with del of n minus n naught is equal to del of n minus n naught minus n1. ഒരു കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ്. ഇത് ബേസിക് ഒരു തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓർത്ത് വയ്ക്കുക, ഡെൽ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി സിഗ്നൽ ആണ്. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ എനി സിഗ്നൽ വിത്ത് ഡെൽ ഓഫ് എൻ യു വിൽ ഗെറ്റ് ദ സെയിം സിഗ്നൽ. അതിനാണ് നമ്മൾ ഐഡന്റിറ്റി സിഗ്നൽ എന്ന് പറയുന്നത്. x of n convolution with del of n, x of n convolution with del of n minus n naught, it is nothing but x of n minus n naught. That is same signal shift because under shifted version alle ഇതായിരിക്കും, ഇമ്പൾസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് n minus n naught. x del of n plus n naught പറയുമ്പോഴത്തേക്ക് എന്താ, x മാറ്റി n plus n naught കൊടുക്കുക. n minus n1, x of n minus n1 convolution with del of n എന്തായിരിക്കും വരിക, x of n minus n1. എക്സ് ഓഫ് എൻ മൈനസ് രണ്ടും ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്. എന്തായിരിക്കും, നമ്മളുടെ ഇൻവേഴ്സിന് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സിഗ്നൽ ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും വരിക, എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ട് മൈനസ് എൻ വൺ. ഈ പ്രോപ്പർട്ടി ഓർത്ത് വയ്ക്കുക വിത്ത് റെസ്പെക്ട് ടു കൺവല്യൂഷൻ. ക്ലിയർ? അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് എൻ convolution with del of minus n plus 2 is dash. The value of x of n convolution with del of minus n plus 2. അപ്പോൾ നമുക്ക് നോക്കിയേ, x of n convolution with del of minus അല്ലെ മൈനസ് ഓഫ് n minus 2 നമുക്ക് എഴുതിക്കൂടെ അല്ലെ, മൈനസ് കോമൺ എടുത്ത്. നമുക്കറിയാം del of n it is nothing but an even signal ആണ് അല്ലെ. അപ്പൊ f of minus x is equal to ഇതായിരിക്കും f of x നമുക്ക് എഴുതാൻ പറ്റും. therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, x of n convolution with del of n minus 2 അല്ലെ. അപ്പോഴത്തേക്ക് ആൻസർ എന്തായിരിക്കും വരിക, that is x of n. therefore by property എന്തായിരിക്കും, similar like x of n convolution with del of n minus n naught എന്തായിരിക്കും വരിക, that is equal to x of n minus n naught. That is equal to എന്തായിരിക്കും, x of n minus n naught അത്ര 2 വരുന്നത് അല്ലേ, x of n minus 2 ഇതായിരിക്കും ആൻസർ കേട്ടോ. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ സിഗ്നലിന്റെ നെഗറ്റീവ് മാറ്റി നമ്മൾ ഇമ്പൾസ് സിഗ്നലിന്റെ നെഗറ്റീവ് മാറ്റി ഈവൻ സിഗ്നൽ രൂപത്തിൽ എഴുതി എന്തായിരിക്കും, ഷിഫ്റ്റഡ് വേർഷൻ. എക്സ് ഓഫ് എൻ ഇവിടെ എന്തായിരിക്കും, നമ്മളുടെ ഇമ്പൾസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് n minus 2. അപ്പൊ എന്തായിരിക്കും വരിക, ദാറ്റ് ഈസ് x of n കൺവല്യൂഷൻ വിത്ത് del of n minus n naught. It is nothing but x of n minus n naught.
അല്ലെ, എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ട്. സെക്കൻഡ് പ്രോപ്പർട്ടി ഓർത്ത് വയ്ക്കുക. അപ്പം എക്സ് ഓഫ് എൻ മൈനസ് എൻ വൺ, എക്സ് ഓഫ് എൻ മൈനസ് എൻ വൺ കൺവല്യൂഷൻ വിത്ത് ഡെൽ ഓഫ് എൻ, അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എൻ മൈനസ് എൻ വൺ. രണ്ടിന് ഷിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ എൻ മൈനസ് എൻ നോട്ട് മൈനസ് എൻ വൺ. ആ രൂപത്തിൽ ഓർത്ത് വയ്ക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇത് നമ്മൾ കാണാതെ പഠിക്കരുത്, ജസ്റ്റ് റീഡ് ചെയ്യുക, വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മൾ പഠിച്ചു, നമ്മളൊരു ഇൻപുട്ട് എക്സ് ഓഫ് ടി ഒരു ഇൻപുട്ട് കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് വൈ ഓഫ് ടി എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൺക്ലൂഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ആയിരിക്കും? ടു കാൽക്കുലേറ്റ് ദ റെസ്പോൺസ് ഓഫ് എനി LTI സിസ്റ്റം എന്ത് ചെയ്താൽ മതി? ദ ഇൻപുട്ട് കൺവല്യൂട്ട് വിത്ത് ഇറ്റ്സ് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദ റെസ്പോൺസ് വൈ ഓഫ് ടി കിട്ടും. ദാറ്റ് മീൻസ് ടു കാൽക്കുലേറ്റ് ദ റെസ്പോൺസ് ഓഫ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ടു കാൽക്കുലേറ്റ് ദ റെസ്പോൺസ് ഓഫ് എനി LTI സിസ്റ്റം. ഒരു LTI സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? y of t is equal to calculate the response of any input, any LTI system. എന്ത് ചെയ്താൽ മതി? The out response is equal to its input convolute with unit impulse response. ഇതാണ് നമ്മൾ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ടിനെ അതിന്റെ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ട്, ആ സിസ്റ്റത്തിന്റെ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ട് കൺവല്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വൈ ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോ ഇൻപുട്ട് കൺവല്യൂട്ട് വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻപുട്ട് കൺവല്യൂട്ട് വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. അപ്പം നമുക്ക് ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസും ഉണ്ട്, പിന്നെന്തായിരിക്കും നമ്മൾ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ കൺവല്യൂഷന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സിഗ്മ k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു മൈനസ് കെ ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് കെ. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ഓർത്ത് വയ്ക്കുക, ഈ ഒരു ടേംസ് ഓർത്ത് വയ്ക്കുക. നമ്മളിത് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പം നമുക്ക് പ്രോബ്ലമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ദ റെസ്പോൺസ് ഓഫ് ഒരു LTI സിസ്റ്റത്തിന്റെ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഇൻപുട്ടിനെ എന്ത് ചെയ്താൽ മതി? കൺവല്യൂട്ട് ചെയ്താൽ മതി. ആരുമായിട്ട്? യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസുമായിട്ട് കൺവല്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഇല്ലയോ, അത് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിന്, അതല്ലേ? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് 1 2 തന്നിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും? നമുക്ക് എച്ച് ഓഫ് എൻ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട്. എന്തായിരിക്കും? എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 4 5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെസ്പോൺസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കൺവല്യൂഷൻ പ്രോപ്പർട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും the response of an LTI system y of n it can be obtained by simply ഇതായിരിക്കും ഇൻപുട്ട് കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടും. നോക്കി, എക്സ് ഓഫ് എൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഓഫ് എൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലെ? അപ്പൊ അതായിരിക്കും ഡെൽ ഓഫ് എൻ പ്ലസ് ഇവിടെ എന്തായിരിക്കും? ഇത് 0, ഇത് 1 ആണ്. അപ്പൊ ഇതായിരിക്കും ആംപ്ലിറ്റ്യൂഡ് 2 ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് 1 അല്ലെ? എച്ച് ഓഫ് എൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഡെൽ ഓഫ് എൻ അല്ലെ പ്ലസ് 5 ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് 1. എങ്ങനെ എഴുതുന്നത്? 4 5 ആണ്. ഇതെന്തായിരിക്കും? ഇത് ആരോ വരുമ്പോൾ ഇത് 0 ആണ്, ഇതായിരിക്കും ഇത് 1 ആണ്. ഇമ്പൾസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് n മൈനസ് 1, ഇത് n, ഇത് n മൈനസ് 1, അല്ലെങ്കിൽ n മൈനസ് 0, ഇത് n മൈനസ് 1. പിന്നെ എന്ത് ചെയ്യുക? ആംപ്ലിറ്റ്യൂഡ് കൊടുക്കുക 4 പ്ലസ് 5 അല്ലെ? ഇനി എന്താ വേണ്ടത്? y ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ആയിരിക്കും വരിക? ഡെൽ ഓഫ് എൻ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഡെൽ ഓഫ് എൻ പ്ലസ് 2 ഡെൽ ഓഫ് എൻ മൈനസ് 1 കൺവല്യൂഷൻ വിത്ത് 4 ഡെൽ ഓഫ് എൻ പ്ലസ് 5 ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് 1 പ്ലസ് 5 ഇൻറ്റു ഡെൽ ഓഫ് എൻ മൈനസ് 1 വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡെൽ ഓഫ് എൻ ഇൻറ്റു ഡെൽ ഓഫ് എൻ എത്രയായിരിക്കും വരിക? 4 ഡെൽ ഓഫ് എൻ. നമ്മുടെ പ്രോപ്പർട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ? 4 ഡെൽ ഓഫ് എൻ. സിമ്പിൾ മാറ്റം നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാൽ മതി.
4 del of n into del of n, 4 del of n. അടുത്ത del of n plus 5 into del of n minus 1, del of n into 5 into del of n minus 1 എന്തായിരിക്കും വരിക plus 5 into del of n minus n naught n minus 1 plus 4 2s are 8, 8 into del of n minus 1 plus 5 into 2 10, 10 into del of n minus n minus n1 minus n naught അല്ലേ അപ്പോൾ എന്തായിരിക്കും n minus n1 minus 1 minus 1 minus 2 del of n minus 2. ഇനി എന്താ പറയുക that is equal to 4 into del of n plus del of n minus 1 terms ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 13 del of n minus 1 plus 10 into del of n minus 2. So the answer കിട്ടും 4 13 10 ആൻസർ. അപ്പോ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും the response of an any LTI system can be directly obtained by convolution of its input with unit impulse response. ഈ ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടേം അറിയാമെങ്കിൽ നമുക്ക് ഏത് LTI സിസ്റ്റത്തിന്റെയും ഇത് എന്ത് പറയാൻ പറ്റും റെസ്പോൺസ് y(t) നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ടാബുലാർ കോളം മെത്തേഡ് നോക്കുക, അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എടുക്കുകയാണ്. x of n is equal to 1,2 and h of n തന്നിട്ടുണ്ട്. h of n is equal to 4,5. y of n നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. y of n is equal to എത്ര വന്നിരിക്കുന്നത് 4 13 10 അല്ലെ 4 13 10. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? x of n ഇത് h of n ഇത് y of n ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ x of n നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും 1 2 അല്ലെ. സാമ്പിൾ എത്രയായിരിക്കും വരിക? സാമ്പിൾ 0 ഇതായിരിക്കും 1. ഇവിടെ എന്തായിരിക്കും? സാമ്പിൾ 0 ഇവിടെ 1ൽ എത്ര വരും? 4 വരും. ഹിയർ ഇറ്റ് ഈസ് 5 വരും. y of n നമുക്ക് 3 സാമ്പിൾ വരും. ഇവിടെയാണ് പോയിന്റ് വരുന്നത് 0 1 2 അല്ലെ. ഇവിടെ 4 വരും. ഹിയർ 13 വരും. അടുത്തതായിരിക്കും ഇവിടെ 10 വരും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു 3-4 ഒബ്സർവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒബ്സർവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇപ്പൊ x of n, h of n, y of n ഇവിടെ എത്ര സാമ്പിൾ ഉണ്ട്? 2 സാമ്പിൾ അല്ലേ. അതിന് നമ്മൾ ലെങ്ത് എന്ന് പറയും. ദാറ്റ് മീൻസ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര ആയിരിക്കും വരിക? ലെങ്ത് ഈസ് ഈക്വൽ ടു 2. ഇവിടെ എത്ര ആയിരിക്കും വരിക? ഇവിടെ ലെങ്ത് എത്ര ആയിരിക്കും? ഇവിടെ 2 സാമ്പിൾ അല്ലേ. therefore here also length is equal to 2. ഇവിടെ എത്ര ആയിരിക്കും വരിക? 3 സാമ്പിൾ. therefore here length is equal to 3 വരുന്നത് അല്ലേ. ഇത് എന്തായിരിക്കും? സിഗ്നൽ ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ് അല്ലെ. 0 0 ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ്. എന്തായിരിക്കും ലോവർ ലിമിറ്റ്? എന്തായിരിക്കും? ഇത് അപ്പർ ലിമിറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കിയേ, ലെങ്ത് ഓഫ് ദ റിസൾട്ടന്റ് സിഗ്നൽ ഇസ് ഈക്വൽ ടു നമുക്ക് പറഞ്ഞൂടെ ലെങ്ത് ഓഫ് ദ റിസൾട്ടന്റ് സിഗ്നൽ. നമുക്ക് കൺവല്യൂട്ട് ചെയ്ത 2 സിഗ്നലിന്റെയും ലെങ്ത് എന്തായിരിക്കും? സെയിം ആണ്, 2 2 ആണ് അല്ലെ. പക്ഷേ റിസൾട്ടന്റ് സിഗ്നൽ എന്തായിരിക്കും? ലെങ്ത് എത്ര വന്നിരിക്കുന്നത്? 3 വന്നിട്ടുണ്ട്. therefore ലെങ്ത് ഓഫ് ദ റിസൾട്ടന്റ് സിഗ്നൽ L3 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? L1 plus L2 minus 1 എന്ന് പറയാൻ പറ്റും അല്ലെ. ദാറ്റ് ഈസ് L1 plus L2 minus 1, 4 plus 4, 2 plus 2 4 minus 1 എന്ന് പറയും അല്ലെ. ദാറ്റ് ഈസ് അങ്ങനെയാണ് നമുക്ക് 3 കിട്ടുന്നത്. അടുത്ത് നോക്കിയേ, ഇതിന്റെ x of n സാമ്പിൾസിന്റെ എന്തായിരിക്കും? ഇതിന്റെ വാല്യൂസ് നോക്കിയേ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസ് നോക്കിയേ. 2 into 1 എത്ര വരും? 3 അല്ലെ. സോറി 2 plus 1 3 മൾട്ടിപ്ലിക്കേഷൻ അല്ല, അഡീഷൻ ആണ്. 2 plus 1 3. ഇവിടെ എത്ര ആയിരിക്കും വരിക? 5 plus 4 എത്ര ആയിരിക്കും? 9 വരുന്നുണ്ട് അല്ലെ. ഇവിടെ നോക്കിയേ 13 plus 4 17, 17 plus 10 എത്ര? 27 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഇതിന്റെ സം എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് സം ഓഫ് ഓൾ വാല്യൂസ് ഇൻ ദ റിസൾട്ടന്റ് സിഗ്നൽ എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ അല്ലെ. ഇതിന്റെ സമ്മിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് റിസൾട്ടന്റ് സിഗ്നലിന്റെ സം ഓഫ് ഓൾ വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് ഇവിടുത്തെ സം എത്ര? x of n ന്റെ സം എത്ര? 3 വരുന്നുണ്ട്. ഇത് എത്ര? 5 plus 4 9 വരുന്നുണ്ട്. ഇവിടെ എത്ര വരും? 27 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? x of n ന്റെയും h of n ന്റെയും ആംപ്ലിറ്റ്യൂഡിന്റെ സമ്മിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മളുടെ റിസൾട്ടന്റ് സിഗ്നലിന്റെ സം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? സിഗ്മ n is equal to -∞ to infinity y of n resultant signal is equal to sigma n is equal to -∞ to infinity x of n ഇതിന്റെ സം x of n ന്റെ സം പ്രോഡക്റ്റ് ഇൻറ്റു അല്ലെ ഇൻറ്റു സിഗ്മ n is equal to -∞ to infinity h of n എന്ന് പറയാൻ പറ്റും.
സോ ഇതും ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ ആണ്. 3 പ്രോപ്പർട്ടി ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നോക്കാം. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ പോലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് പറഞ്ഞാൽ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വിത്ത് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി കൺവല്യൂഷൻ വിത്ത് എക്സ് ഓഫ് ടി എന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മളുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ കണ്ടിന്യൂസ് ടൈം എൽ ടി ഐ സിസ്റ്റം ആണെങ്കിൽ, കണ്ടിന്യൂസ് ടൈം എൽ ടി ഐ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് എക്സ് ഓഫ് ടി ആണ്, എക്സ് ഓഫ് ടി ആണ് അല്ലെ? അതിന്റെ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആണെങ്കിൽ, എച്ച് ഓഫ് ടി ആണ് അതിന്റെ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും വൈ ഓഫ് ടി. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് എച്ച് ഓഫ് ടി സെയിം തന്നെ ആണ്. എങ്ങനെ പറയുന്നത്? എച്ച് ഓഫ് ടി കൊടുത്ത് എച്ച് ഓഫ് ടി ഉണ്ട്, എക്സ് ഓഫ് ടി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി കൺവല്യൂഷൻ വിത്ത് എക്സ് ഓഫ് ടി. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ റെസ്പോൺസ് ഓർ ഔട്ട്പുട്ട് ഈസ് എന്തായിരിക്കും? Output, there is no change in the output, alle? That means the response of LTI cannot be changed if we change the position of input and impulse response. H of t പൊസിഷൻ ഫസ്റ്റ് കേസിൽ ഇവിടെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ പൊസിഷൻ മാറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ഓഫ് ടിയുടെ പൊസിഷൻ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നതായിരിക്കും ഇത് രണ്ടും ഈക്വൽ എന്ന് പറയുന്നത്. Therefore we can conclude that the response of LTI system cannot be changed. Response of LTI system cannot be changed if we change the position of input and the impulse response. If we change the position of input and impulse response. ഇതാണ് നമ്മളുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, the response of the LTI system cannot be changed if we change the position of input and impulse response. കൺവല്യൂഷന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാൻ മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കൺവല്യൂഷൻ നമുക്ക് എങ്ങനെ ജനറലൈസ് ചെയ്യാൻ നോക്കാം. എക്സ് ഓഫ് ടി ഇൻപുട്ട് ആണ്. ഇറ്റ് ഈസ് കൺവല്യൂഷൻ വിത്ത് H1 of t convolution with H2 of t is equal to x1 of t convolution with H1 of t into convolution with H2 of t. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന്റെ RHS ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ RHS നമ്മൾ എടുക്കണം. ഈ RHS ഞാൻ LTI സിസ്റ്റം വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആണെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും? നമുക്ക് ഫസ്റ്റ് ഇതിന്റെ കൺവല്യൂഷൻ നമുക്ക് എടുത്തൂടെ? എങ്ങനെ ആയിരിക്കും? x1 of t അല്ലെങ്കിൽ x of t എന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒറ്റ ഇൻപുട്ട് അല്ലേ ഉള്ളൂ. Therefore ഇങ്ങനെ ആയിരിക്കും x of t നമുക്ക് ഇൻപുട്ട് ആണ് അല്ലെ? x of t ഇൻപുട്ട് കൊടുക്കുമ്പോൾ h of t എന്ന് പറയുന്നത് അല്ലെങ്കിൽ H1 of t നമ്മളുടെ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? y of t എന്ന് പറയുന്നത് എന്തായിരിക്കും? x of t ഇൻപുട്ട് കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് അല്ലെ? ഇതിന് നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ അനദർ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും നമ്മൾ H2 of t ആയിട്ട് കൺവല്യൂട്ട് ചെയ്യാൻ പോവാണ് അല്ലെ? ഇതായിരിക്കും ഇത് H2 of t. ഇതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് H2 of t ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? x of t അല്ലെ? x of input here it is input convolute with y of t is equal to input convolute with unit impulse response. x of t in convolution with H1 of t അല്ലെ? whole convolution with H2 of t. That is input convolute with unit impulse response. ഇതാണ് RHS എന്ന് പറയുന്നത്.
LHS നമുക്ക് എന്താ പറയുന്നത്? LHS നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? therefore LHS is equal to again ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. LHS നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആണെങ്കിൽ, കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആണെങ്കിൽ LHSന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താ? x of t ഇൻപുട്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഇൻപൾസ് റെസ്പോൺസ് എത്ര? h1 of t കൺവല്യൂഷൻ വിത്ത് h2 of t അല്ലെ? നമുക്ക് എന്ത് കിട്ടും? y of t എന്ന് പറയുന്നത് ഇൻപുട്ട് കൺവല്യൂഷൻ വിത്ത് എന്തായിരിക്കും? h1 of t കൺവല്യൂഷൻ വിത്ത് h2 of t അല്ലെ? സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത് അല്ലെ? ദാറ്റ് മീൻസ് LHSന്റെ ടേംസും ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത് നമ്മളുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. These two are equal. These two are equal. What it is mean? ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? നമുക്ക് എങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും? സോ വി ക്യാൻ ജനറലൈസ് ലൈക്ക് ദിസ് അല്ലെ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എനി നമ്പർ ഓഫ് LTI സിസ്റ്റം കണക്റ്റഡ് ഇൻ സീരീസ്, ഇത് രണ്ട് സീരീസ് കണക്ഷൻ അല്ലേ? എനി നമ്പർ ഓഫ് LTI സിസ്റ്റം കണക്റ്റഡ് ഇൻ സീരീസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ സിസ്റ്റം അല്ലെ? ഹൂസ് കൺവല്യൂഷൻ ഈസ് എന്തായിരിക്കും? whose impulse response is convolution of the impulse response of individual system. Any LTI system in series can be replaced with a single system. അതാണ് LHS വെച്ച് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇത് സെയിം RHS വെച്ചിട്ട് നമ്മൾ രണ്ട് സിസ്റ്റം എടുത്തു. ആ രണ്ട് സിസ്റ്റത്തിന്റെയും ഒന്നിന്റെ എന്തായിരിക്കും? ഇമ്പൾസ് റെസ്പോൺസ് h1 of t ആണ്, രണ്ടാമത്തതിന്റെ h2 of t ആണ്. ഈ സെയിം സിസ്റ്റം തന്നെ എനി നമ്പർ ഓഫ് LTI സിസ്റ്റം കണക്റ്റഡ് ഇൻ സീരീസ് ക്യാൻ ബി റെപ്രസെന്റഡ് ഓർ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ സിസ്റ്റം എന്തായിരിക്കും? ഹൂസ് ഇമ്പൾസ് റെസ്പോൺസ് ഈസ് കൺവല്യൂഷൻ ഓഫ് എന്തായിരിക്കും? ഇമ്പൾസ് ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോൺസസ് അല്ലെ? സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് എഴുതി വെക്കുക. എന്തായിരിക്കും? എനി നമ്പർ ഓഫ് LTI സിസ്റ്റം, എനി നമ്പർ ഓഫ് LTI സിസ്റ്റം എങ്ങനെയാണ്? ഇൻ സീരീസ്, number of LTI system in series can be replaced with a single system അല്ലെ? can be replaced with a single system whose impulse response is convolution of their individual impulse responses സോ എന്താ നമ്മളുടെ മീൻ ചെയ്ത അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് പറഞ്ഞാല് നമ്മൾ രണ്ട് സിസ്റ്റത്തിലെ രണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് ആയിട്ട് കാണിച്ചു ചെയ്തിരിക്കുന്ന ഈ രണ്ട് സിസ്റ്റത്തിനെ നമുക്ക് ഒറ്റ സിസ്റ്റം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ബൈ ഇൻപുട്ട് x of t അത് കണക്കിട്ട് നിൽക്കും. എന്തായിരിക്കും? ഇതിന്റെ ഇത് സിസ്റ്റം നമ്പർ 1ന്റെ h1 of t, സിസ്റ്റം നമ്പർ 2ന്റെ h2 of t ആണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുക? ഹൂസ് കൺവല്യൂഷൻ ഈസ് ദ കൺവല്യൂഷൻ ഓഫ് കൺവല്യൂഷൻ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ഇൻഡിവിജ്വൽ സിസ്റ്റംസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? h1 of t കൺവല്യൂഷൻ വിത്ത് h2 of t. ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ A into B നമ്മൾ ഈ പ്രോപ്പർട്ടി സാധാരണ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് രണ്ട് ഈക്വൽ നമുക്ക് പറയാൻ പറ്റും. സോ ഹൗ വി ആർ ഗോയിങ് ടു ജനറലൈസ് ദാറ്റ്? ഈ ജനറലൈസിങ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ A into B plus C എന്ന് പറയുന്നത് എന്തായിരിക്കും? A into B plus A into C നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതേ കൂട്ട് തന്നെ നമ്മളിപ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ആയിരിക്കും വരിക? x of t അല്ലെ? x of t convolution with h1 of t plus h2 of t is equal to അല്ലെ? is equal to എങ്ങനെ പറയാൻ പറ്റും? is equal to x of t convolution with h1 of t plus x of t convolution with h2 of t. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്ന് ജനറലൈസ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും വരിക? ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പോൾ ഞാനിപ്പം RHSനെ ഞാൻ ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. ഒരു കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആണ്. ആ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് x of t ആണ്. x of t ആണെങ്കിൽ അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് h1 of t അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x of t
y of t is equal to input convolution with h of t ആണല്ലേ, that is x of t convolution with h1 of t അല്ലെ. ഇനി എന്തായിരിക്കും അടുത്ത നമുക്ക് വരുന്നത് another LTI സിസ്റ്റം എടുത്തു, another കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം എടുത്തു. അവിടെ എന്തായിരിക്കും വരിക, അവിടെ നമുക്ക് x of t എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്, h2 of t എന്ന് പറയുന്നത് എന്തായിരിക്കും യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആകുമ്പോഴത്തേക്ക് എന്താ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, x2 of t കൺവല്യൂഷൻ വിത്ത് h2 of t എന്ന് പറയാം അല്ലെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഇത് രണ്ടും കിട്ടി, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ ഒരു ആഡറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു x of t കൺവല്യൂഷൻ വിത്ത് h1 of t പ്ലസ് ഇവിടെ ആഡ് ആണ് അല്ലെ, ആഡർ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും പ്ലസ് x2 of t കൺവല്യൂഷൻ വിത്ത് h2 of t കിട്ടി. ഓക്കെ, RHS നമ്മൾ ജനറലൈസ് ചെയ്യും. LHS നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, LHS ഈസ് ഈക്വൽ ടു LHS എടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ആണ്, ഇൻപുട്ട് റെസ്പോൺസ് ഇൻപുട്ട് എന്തായിരിക്കും x of t ആണ്, കൺവല്യൂഷൻ എത്ര h1 of t പ്ലസ് h2 of t ആണല്ലേ, h1 of t പ്ലസ് h2 of t. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും y of t എന്തായിരിക്കും ഇൻപുട്ട് കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് h1 of t പ്ലസ് h2 of t. അപ്പം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറയുന്നത് ഇത് രണ്ടും സെയിം ആണെന്ന് പറയുന്നത്, ഈ രണ്ട് ഡയഗ്രവും സെയിം ആണെന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റും, ഇതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും പാരലൽ കണക്ഷൻ ആണല്ലേ. ദാറ്റ് മീൻസ് any LTI system in parallel can be replaced by a single system അല്ലെ, whose impulse response is addition of their individual responses. Associative property ആണെങ്കിൽ എന്തായിരിക്കും impulse response is convolution of their individual response. Any system connected in series can be represented by a single system whose impulse response is എന്തായിരിക്കും convolution of individual response. Distributive property പറയുന്നത് any LTI system connected in parallel can be replaced by a single system whose impulse response is addition of their individual responses. So ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും സ്റ്റേറ്റ്മെന്റുമായിട്ടൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മളുടെ കൺക്ലൂഷൻ ആണ് any LTI system in parallel can be replaced by a single system അല്ലെ, by a single system whose impulse response is addition of their individual responses. So ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ 3 പ്രോപ്പർട്ടി ഇതായിരിക്കും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പൊസിഷൻ മാറിയെന്ന് വെച്ചിട്ട് റെസ്പോൺസിന് മാറ്റം സംഭവിക്കുന്നില്ല. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന LTI സിസ്റ്റത്തിനെ ഒറ്റ സിസ്റ്റം വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, whose impulse response is convolution of individual responses. Distributive property എന്തായിരിക്കും any number of LTI system connected in parallel can be represented by or can be replaced by a simple system whose impulse response is addition of their individual response. So ഈ 3 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇതാണ് കൺവല്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ അനാലിസിലേക്ക് പോവാണ്. അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോസൽ ആൻഡ് നോൺ കോസൽ. ഒരു ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം ആണ്. ഓക്കെ, അതിന് ഇൻപുട്ട് x of n ആണെങ്കിൽ അതിന്റെ ഇൻപുട്ട് x of n, യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് h of n ആണെങ്കിൽ y of n നമുക്ക് എങ്ങനെയാണ് പിടിക്കാൻ പറ്റും, y of n ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും, y of n ഈസ് ഈക്വൽ ടു ഇൻപുട്ട് കൺവല്യൂഷൻ വിത്ത് x of n കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് h of n നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് തിരിച്ചെഴുതാമല്ലോ, h of n കൺവല്യൂഷൻ വിത്ത് x of n നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു കൺവല്യൂഷന്റെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും വരിക, സിഗ്മ
k equal to minus infinity to infinity h of k into x of n minus k നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മളുടെ കൺവല്യൂഷന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. y of n is equal to നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കിയേ, ഇതിന്റെ ഒബ്സർവേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. y of n is equal to minus infinity to infinity. അപ്പൊ ഞാനിപ്പോ കെയുടെ വാല്യൂ ഞാനിപ്പോ മൂന്നായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. k equal to minus infinity to minus 1 h of k into x of n minus k plus sigma k is equal to 0 h of k into x of n minus k, okay, plus sigma k equal to 1 to infinity h of k into x of n minus k. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 ആണ്. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഓരോ ടേംസിനെയും ഞാൻ ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇതിൽ ഓരോ ടേമും ഞാൻ ജനറലൈസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് k is equal to -2. k is equal to -2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? k is equal to -2 ഈ ടേമിൽ k is equal to -2 കൊടുക്കുമ്പോഴത്തേക്ക് എന്താ കാര്യം? മൈനസ് ഇൻഫിനിറ്റി ടു -1 വരെയാണ് ഇതിന് ഇതായിരിക്കും സമ്മേഷൻ ഉള്ളത്. അപ്പൊ -1 ഇതായിരിക്കും തൊട്ട് മുന്നിലുള്ളത് -1 തൊട്ട് പിറകിലുള്ള -2. അപ്പൊ k is equal to -2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അല്ലെ, k is equal to -2 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു h of -2 into x of -2 x of n plus 2 അല്ലെ. k is equal to k ക്ക് -2 ആണ്. k is equal to -2. അപ്പോൾ h of -2 into x of n plus 2 plus -1 കൊടുക്കുമ്പോഴത്തേക്ക് എന്താ? h of -1 x of n plus 1 അല്ലെ, മാറി. അപ്പം ഇതെന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് ടേമിന് ജനറലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായിരിക്കും? പ്ലസ് സെക്കൻഡ് ടേമിന് നമ്മൾ ജനറലൈസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? 0 ആണ്. h of 0 into x of n. തേർഡ് ടേമിന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? തേർഡ് ടേമിന് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? k is equal to 1 കൊടുത്ത് നോക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു h of 1 into x of k is equal to 1 h of 1 into x of n minus 1 അല്ലെ. ഇത് y of n ആണ്. y of n ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. when n is equal to 2 sorry n is equal to 1 കൊടുത്ത് നോക്ക്. when n is equal to 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? y of 1 is equal to h of -2 into x of 2 plus 1 3 plus into plus h of -1 into x of എന്തായിരിക്കും? 1 plus 1 2 വരും അല്ലെ. പ്ലസ് ഇവിടെ ടേംസ് ഒന്നുമില്ല. h of not into x of n x of 1 plus h of 1 into x of എന്തായിരിക്കും? 1 minus 1 0. അപ്പോ ഇന്ന് നമുക്ക് പറഞ്ഞൂടെ, ഒരു സിസ്റ്റം കോസൽ ആവണമെങ്കിൽ സിസ്റ്റം ടു ബി കോസൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസന്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ് അല്ലെ. സിസ്റ്റം ടു ബി കോസൽ, ഫോർ എ കോസൽ സിസ്റ്റം ദ റെസ്പോൺസ് ഓഫ് ദ ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻപുട്ട് അറ്റ് പ്രസന്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ് അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ നോക്കി y n is equal to 1 കൊടുത്തപ്പോ ഈ ടേം എന്തായിരിക്കും? that means the response of the system at a time t is equal to 1 depends upon the input of the time at t is equal to 3 അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഇത് ഫ്യൂച്ചർ ടേം അല്ലേ. ഇത് ഫ്യൂച്ചർ ടേം. ഇതാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇത് പ്രസന്റ് അല്ലെ. y of 1 x of 1 പ്രസന്റ് എന്തായിരിക്കും? പാസ്റ്റ്. അപ്പോ നമുക്ക് ഒരു സിസ്റ്റം കോസൽ ആവണമെങ്കിൽ എന്ത് വേണം? ദിസ് ടേം ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലെ. സോ ദ ടേം ഷുഡ് ബി ദിസ് ടേം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? The output of the system at time t is equal to 1 depends only on the present value and past value എന്ന് പറയാൻ പറ്റും അല്ലെ. That means അങ്ങനെ ആവണമെങ്കിൽ this term should be equal to 0 എന്ന് പറയാൻ പറ്റും അല്ലെ. That is it is nothing but എന്തായിരിക്കും? h of n should be equal to എന്തായിരിക്കണം? 0. അങ്ങനെ ആയിരിക്കും. Therefore the condition for causal is for n less than 0. h of n is equal to 0. For n less than 0 the system is causal എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് കാര്യം? h of n 0 ആണ്. കാര്യം ഈ ടേം നമുക്ക് 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ സിസ്റ്റത്തെ നമുക്ക് കോസൽ എന്ന് പറയാൻ പറ്റൂ. ഈ ഒരു സിസ്റ്റത്തിന് 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ബിക്കോസ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? വാല്യൂ ഓഫ് h of n ഷുഡ് ബി ദിസ് വാല്യൂ ഓഫ് h of n ഷുഡ് ബി ഈക്വൽ ടു 0 ഫോർ n ലെസ് ദാൻ 0 എന്നുള്ള സമയത്ത് എന്തായിരിക്കണം? ദിസ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ എന്തായിരിക്കും? ദിസ് വാല്യൂ ഷുഡ് ബി 0. ദാറ്റ് മീൻസ്
സിഗ്നൽസ് ഒരിക്കലും എന്തുണ്ടാവരുത്, നെഗറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സിഗ്നൽസിന്റെ അവൈലബിലിറ്റി ഉണ്ടാവരുത്. സിഗ്നൽസ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 മാത്രമേ റെസ്പോൺസ് ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. h of n is equal to 0 for n less than 0. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഈസ് കോസൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു h of n is equal to 0 for n less than 0, അല്ലെങ്കിൽ എന്താ h of k is equal to 0 for k less than 0, h of t is equal to 0 for t less than 0, അല്ലെങ്കിൽ എന്തായിരിക്കും h of tau is equal to 0 for tau less than 0, h of t minus tau is equal to 0 for t minus tau less than 0. ഈ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, സിസ്റ്റം ഈസ് കോസൽ, എൽസ് നോൺ കോസൽ, എൽസ് നോൺ കോസൽ. ഓക്കെ, അവിടെ നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റംസ് ആണ്. അതിന് നമുക്ക് എങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം എടുക്കുകയാണ്. നമ്മൾ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം എടുത്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്ക്രീറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്. h of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അതിന്റെ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഇതായിരിക്കും y of t അതിന്റെ ഔട്ട്പുട്ട് ആണെങ്കിൽ y of t. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, the only way of relating input and output of any LTI system is, ഞാൻ അങ്ങനെ പറയാണ്, the only way of relating the input and output of an LTI system is ഇതായിരിക്കും multiplied by a scalar. Okay, that means ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എ സ്കെയിലാർ ഇൻറ്റു ഇൻപുട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താ, y of n ഈസ് ഈക്വൽ ടു a ഇൻറ്റു x of n എന്ന് പറയാൻ പറ്റും, a ഇൻറ്റു x of n. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൺലി വേ ഓഫ് റിലേറ്റിംഗ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ആൻ സ്റ്റാറ്റിക് LTI സിസ്റ്റം ഈസ് y of t ഈസ് ഈക്വൽ ടു a ഇൻറ്റു x of t. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും, y of t ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, ഇൻപുട്ട് കൺവല്യൂഷൻ വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് അല്ലെ, ഇൻപുട്ട് കൺവല്യൂട്ട് വിത്ത് യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് അല്ലെ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ y of t ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x of t കൺവല്യൂഷൻ വിത്ത് h of t is equal to a into x of t അല്ലെ. അപ്പോ ഈ ഒരു റിലേഷൻ കിട്ടി, ദാറ്റ് ഈസ് x of t ഇക്വേഷൻ, പുട്ട് ഇക്വേഷൻ 2 in 1 അല്ലെ. y of t ക്ക് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ x of t കൺവല്യൂഷൻ വിത്ത് h of t is equal to a into x of t. അപ്പോ ഈ വാല്യൂ, ദാറ്റ് മീൻസ് ടു ഇക്വേറ്റ് ദിസ് വാല്യൂ, ഈ x of t into h of t is equal to a into x of t ആവണമെങ്കിൽ ഈ h of t യുടെ വാല്യൂ എന്താവണം, ശ്രദ്ധിച്ചു നോക്കുക. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് ഈക്വൽ ആവണമെങ്കിൽ x of t ഇവിടെ ഉണ്ട്, റൈറ്റ് സൈഡിൽ x of t ഉണ്ട്. h of t എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും, h of t എന്തായിരിക്കണം അങ്ങനെയാണെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് h of t is equal to a കൊടുത്തു കഴിഞ്ഞാൽ a into x of t ആണ്. അപ്പൊ രണ്ട് ഈക്വൽ ആണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത് കൺവല്യൂഷൻ ആണ്. കൺവല്യൂഷന് മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർട്ടീസിന്റെ ഐഡന്റിക്കൽ ആണെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം h of t is equal to a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കാര്യമേ ഇല്ല. അപ്പൊ a into x of t, a into x of t. അപ്പൊ നമുക്ക് സിഗ്നൽസ് ലോജിക്ക് വെച്ച് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ടു ഇക്വേറ്റ് ദിസ് വാല്യൂ ഈക്വൽ ടു a into x of t ആവണമെങ്കിൽ എന്തായിരിക്കണം, h of t എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് h of t is equal to എന്ത് ചെയ്താൽ മതി, a into del of t. Del of t, any signal multiplied by del of t is same signal. a into a എന്ന് പറഞ്ഞ സ്കെയിലർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സെയിം a into x of t ആണ് കിട്ടും. therefore എന്തായിരിക്കും, a given system to be scalar നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, h of t is equal to a into del of t. അല്ലെങ്കിൽ എന്തായിരിക്കും, the given signal to be static അല്ലെങ്കിൽ ഡൈനാമിക്, നമുക്ക് ഈ കണ്ടീഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും എങ്ങനെയായിരിക്കും, h of t is equal to a into del of t ആണെങ്കിൽ ഇതായിരിക്കും സിസ്റ്റം ഈസ് സ്റ്റാറ്റിക് എന്ന് പറയാൻ പറ്റും. എൽസ് ഡൈനാമിക്. അല്ലെങ്കിൽ എന്താ, h of n is equal to a into del of n, ഇതായിരിക്കും സിസ്റ്റം ഈസ് സ്റ്റാറ്റിക്. ഇഫ് നോട്ട് എന്തായിരിക്കും, ഡൈനാമിക്. മനസ്സിലാവുന്നുണ്ടോ? നോക്ക്, ശ്രദ്ധിക്കുക. ഇൻ എ സ്റ്റാറ്റിക് സിസ്റ്റം the only way of relating input and output is എന്തായിരിക്കും, output is equal to a scalar multiple into input. അതാണ് y of t is equal to a into x of t എന്ന് നമ്മൾ
എഴുതിയത് y of t is equal to a into x of t അല്ലെങ്കിൽ y of n is equal to a into x of n നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കൺവല്യൂഷനിലേക്ക് വരുമ്പോൾ y of t എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും x of t കൺവല്യൂഷൻ വിത്ത് h of t ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y of t ക്ക് പകരം x of t കൺവല്യൂഷൻ വിത്ത് h of t is equal to a into x of t. അപ്പൊ LHS ഉം RHS ഈക്വൽ ആവണമെങ്കിൽ എന്തായിരിക്കണം x of t LHS ലും RHS ലും ഉണ്ട്. h of t ക്ക് ഒരു വാല്യൂ വേണം. മാത്തമാറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ h of t is equal to a കൊടുത്തു കഴിഞ്ഞാൽ a into x of t കിട്ടും. നമുക്ക് അതല്ല, നമുക്ക് സിഗ്നൽസിന്റെ ലെവലിൽ ചിന്തിക്കണം. അപ്പൊ എന്തായിരിക്കും h of t is equal to ഒരു ഐഡന്റിറ്റി സിഗ്നൽ ആയ ഡെൽ ഓഫ് ടി എന്ന് പറഞ്ഞ ഐഡന്റിറ്റി സിഗ്നൽ അല്ലേ. കാര്യം നമ്മൾ ഡെൽ ഓഫ് ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം സിഗ്നൽ തന്നെ കിട്ടും. therefore h of t is equal to a into ഡെൽ ഓഫ് ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെയിം സിഗ്നൽ a into x of t ആണ് നമുക്ക് കിട്ടും. therefore നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? a system to be static when h of t is equal to a into del of t. if not എന്തായിരിക്കും? if not it is a dynamic system. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും the given LTI system should be a scalar of del of t. അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്താ ഡൈനാമിക് സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലാവുന്ന രീതിയിലൊക്കെ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അടുത്തത് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. സിസ്റ്റത്തിന് സ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ ഇന്റഗ്രൽ ഫ്രം minus infinity to infinity h of t dt should be less than infinity. അല്ലെങ്കിൽ integral from minus infinity to infinity h of n summation of minus infinity to infinity h of n should be less than infinity ആണെങ്കിൽ എന്തായിരിക്കും? സിസ്റ്റം is stable. else unstable. ഓർത്ത് വയ്ക്കുക, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിരിക്കുന്നത് the impulse response of a discrete time LTI system is given by h of n is equal to 3u of n minus 2 minus 2u of n minus 3 minus 5u of n minus 4 plus 4u of n minus 5. System is causal stable, causal unstable, non-causal stable, non-causal and unstable. അപ്പോൾ ഇതാണ് നമുക്ക് കോസാലിറ്റിയും സ്റ്റെബിലിറ്റിയും ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്തായിരിക്കും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ h of n ആണ് അല്ലേ. therefore h of n is equal to 3 into u of n minus 2 minus 2 into u of n minus 3 minus 5 into u of n minus 4 plus 4 into u of n minus 5. സ്റ്റെപ്പ് സിഗ്നൽ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ നോക്കിയേ, സിസ്റ്റം കോസൽ ആവാനുള്ള കണ്ടീഷൻ എന്തായിരിക്കണം? ദ വാല്യൂ h of n is equal to 0 for n less than 0 അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സിഗ്നൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് n minus 2. n minus 2 മീൻസ് സിഗ്നൽ വിൽ സ്റ്റാർട്ട് അറ്റ് n is equal to 2 ആവുന്ന കണ്ടീഷനിലാണ് നമ്മളെ സിഗ്നൽ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ആവുന്നത് അല്ലെ. ദാറ്റ് ഈസ് n is equal to 2 സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, n is equal to 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 4 5 അല്ലെ. സോറി, n is equal to 2 സിഗ്നൽ ഉണ്ട്, 3 സിഗ്നൽ ഉണ്ട്, 4 5 അപ്പൊ എന്തായിരിക്കും? ദ സിഗ്നൽ സ്റ്റാർട്ട്സ് ഫ്രം n is equal to 2 ആൻഡ് ദർ ഇസ് നോ വേരിയേഷൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അപ്പം എന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ് ആണ്, ലെഫ്റ്റ് സൈഡിൽ വാല്യൂസ് ഇല്ല. therefore എന്തായിരിക്കും? നോ വേരിയേഷൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ് അല്ലെ. there is no variation on left side അല്ലെ. therefore the given signal is causal. പറഞ്ഞൂടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? because there is no variation of the signal in the left side, because എന്തായിരിക്കും? h of n is equal to 0 ആണ് for n less than 0. here the signal starts from n is equal to 2 ലാണ്, n is equal to 3 വാല്യൂ ഉണ്ട്, 4 വാല്യൂ ഉണ്ട്, 5 വാല്യൂ ഉണ്ട്. പ്ലസ് ക്വാണ്ടിറ്റി വരുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റും? n plus 2 ആണെങ്കിൽ the signal starts from -2 എന്ന് നമുക്ക് പറയാൻ പറ്റും. സിഗ്നൽസിന്റെ ബേസിക്സിലെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റെപ്പ് സിഗ്നൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പറയാൻ പറ്റും. therefore ഫസ്റ്റ് കൺക്ലൂഷൻ സിഗ്നൽ കോസൽ ആണ് നമുക്ക് മനസ്സിലായി. അടുത്ത എന്തായിരിക്കും പറഞ്ഞുള്ളത്? സ്റ്റേബിൾ ആണെന്ന് നോക്കണം. കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി എങ്ങനെ ആയിരിക്കും? സിഗ്മ ഫ്രം n is equal to minus infinity to infinity h of n അല്ലെ, which is less than എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കണം. കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ നമ്മൾ പഠിച്ചു എന്തായിരിക്കും? ഇന്റഗ്രേറ്റിയും ഡിസ്ക്രീറ്റ് ടൈം ആകുമ്പോഴത്തേക്ക് സിഗ്മയാണ്. സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി h of n ലെസ് ദാൻ 0, സോറി ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ തന്നിരിക്കുന്ന നമ്മൾ സ്റ്റെപ്പ് സിഗ്നൽ പഠിച്ചപ്പോഴത്തേക്ക് തന്നിരിക്കുന്ന സിഗ്നൽ നോക്കിയേ, 3 ഉണ്ട്. ഇതിന്റെ തന്നിരിക്കുന്ന സിഗ്നൽ നമ്മൾ നോക്കിയാൽ സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയാൻ പറ്റും.
അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അന്ന് ആ സമയം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർത്ത് നോക്കിയാൽ മതി. ഇൻ ദ സ്റ്റെപ്പ് സിഗ്നൽ റെപ്രസെന്റേഷൻ ഇഫ് ദ സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ആർ സീറോ ദെൻ ദ ഗിവൺ സിഗ്നൽ ഹാവിംഗ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സീറോസ് നോൺ സീറോ സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന സിഗ്നലിന്റെ കോഎഫിഷ്യൻസ് നോക്കിയേ 3, -2, -5, 4. ഇതിന്റെ സം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇൻ ദ സ്റ്റെപ്പ് സിഗ്നൽ റെപ്രസെന്റേഷൻ ഇഫ് ദ സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ആർ സീറോ ദാറ്റ് ഈസ് 3 - 2 -5. അപ്പൊ എന്തായിരിക്കും? -7 വരും. 4 + 3 7 ആകും. അപ്പൊ എന്തായിരിക്കും വരിക? 7 - 0 0 കിട്ടും. That means in the step signal representation, if the sum of all coefficients are 0, then the given signal having എന്താണ്? Finite number of non-zero samples. Therefore, the signal is finite. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? The signal is stable. Step signal representation നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. നമുക്ക് ഒന്നുകൂടെ എഴുതാം. In the step signal representation, എന്താണ്? Representation. If sum of all coefficients are 0, if sum of all coefficients are 0, then the given signal എന്തായിരിക്കും? having finite number of non-zero samples. അതല്ലേ നമുക്ക് ഇവിടെ വേണ്ടുള്ളത്. കാര്യം എന്തായിരിക്കും? The value of h of n should be less than infinity. എന്തായിരിക്കും? ഫൈനൈറ്റ് വാല്യൂ കിട്ടും. therefore the system is stable. so answer is causal and stable. so ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.